നമ്മളുള്ളത് ദാൽ ലേക്കിലാണ്. ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം ദാൽ ലേക്ക്. അതെ, കാശ്മീരിൽ വരുന്ന ഏതൊരു വിനോദസഞ്ചാരിയുടെയും മനസ്സിനെ ആകർഷിക്കുന്ന, ഏതൊരു ടൂറിസ്റ്റിൻ്റെയും മനം കവരുന്ന അത്ര മനോഹരമാണ് ദാൽ ലേക്ക്. ഈ കാണുന്നതാണ് ഷിക്കാരി ബോട്ടുകൾ. ഇതിൽ 3 മുതൽ 4 പേർക്ക് സഞ്ചരിക്കാവുന്നതാണ്. നമുക്ക് തനിച്ചും സഞ്ചരിക്കാം. 4 പേർ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 200 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് 2 മണിക്കൂർ സവാരി നമുക്ക് നടത്താം. യാത്രക്കാർ ഈ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 26 പേരാണുള്ളത്. ഒരു ബോട്ടിൽ 3 മുതൽ 4 പേരാണ് ഇരിക്കുക. ഇവർ നമ്മോട് 300 രൂപയാണ് ആദ്യം ആവശ്യപ്പെട്ടത്. വിലപേശി നമുക്ക് 200 രൂപയിൽ കിട്ടി. ഷിക്കാരി ബോട്ടിൽ യാത്ര ചെയ്യാനുള്ള ടൂറിസ്റ്റുകളുടെ തിരക്കാണ് ഈ കാണുന്നത്. ഒരു ബോട്ടിൽ 4 പേരെ വരെ ഇവർ കയറ്റും. 300 രൂപയൊക്കെ ചോദിക്കുമെങ്കിലും. അങ്ങനെ കാശ്മീരിലുള്ള ഏത് സഞ്ചാരിയുടെയും മനം കവരുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്, ദാൽ ലേക്ക്. അതിൽ ഷിക്കാരി ബോട്ടിലാണുള്ളത്. നമ്മൾ 3 പേരാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഷിക്കാർ ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ ബോട്ടിൽ 3 പേരാണുള്ളത്, ഞാനടക്കം. ഇനി നമ്മൾ ലേക്ക് തടാകത്തിലെ കച്ചവടക്കാരെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ഷോപ്പിംഗ് സെൻ്ററാണ്. അതായത് ഒഴുകി നടക്കുന്ന ഷിക്കാരി കച്ചവടക്കാർ. അതിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്, വസ്ത്രവിൽപ്പനക്കാരുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരുടെ ഉപജീവന മാർഗമാണ് ഇത്. വിൽപ്പനക്കാർ ടൂറിസ്റ്റുകളെ കൊണ്ട് യാത്ര ചെയ്യുന്നില്ല. അവർ സാധനങ്ങൾ വിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഷിക്കാരികൾ 3 മുതൽ 4 പേരെ ഇതിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നു. 2 മണിക്കൂർ നമുക്ക് ഇതിൽ ചുറ്റിക്കറങ്ങാൻ പറ്റും. അതിന് ഒരാളെ കയ്യിൽ നിന്ന് 200 രൂപ വാങ്ങുന്നു. അതും നമ്മൾ ബാർഗെയിൻ ചെയ്ത് എടുത്തതാണ്. 300 രൂപയാണ് അവരുടെ വില. അല്ല, നമുക്ക് തനിച്ചാണ് യാത്ര ചെയ്യേണ്ടതെങ്കിൽ ഈ 4 പേരുടെ പൈസ നമ്മൾ ഒരാൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തനിയെയും യാത്ര ചെയ്യാം. അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. മഴക്കാലം ആയാൽ ഇവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയും. അങ്ങനെ ഏറ്റവും തണുപ്പുള്ള കാലത്ത് ഇത് ഐസായി മാറുമെന്നാണ് പറയുന്നത്. ഈ വെള്ളം, ഈ കാണുന്നതൊക്കെ കൊച്ചു കൊച്ചു കടകളാണ്. ഇതൊക്കെ ഇതിൻ്റെ ഓരത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ അവരുടെ ഉപജീവന മാർഗമാണ്. വലിയ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കാശ്മീർ ലേക്ക്. കാശ്മീരിൽ വരുന്ന എല്ലാ സഞ്ചാരികളും സന്ദർശിക്കുന്ന ഒരു ഇടമാണ് ലേക്ക്. പല ബോളിവുഡ് സിനിമകളിലെ ഗാന ചിത്രീകരണത്തിന് വേണ്ടി ഈ സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ മനോഹരമായ തീരം ഒരു വേദിയായിട്ടുണ്ട്. ഇത് ഇജാസ് ബായ്, ലേക്കിലെ ചായ വിൽപ്പനക്കാരൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ദൈനംദിന വരുമാനം. ചായയുടെ ഫ്ലവറിനനുസരിച്ച് വില വ്യത്യാസം വരും. 50 രൂപ മുതൽ 130 രൂപ വരെയാണ് ചായയുടെ വില. നല്ല സ്വാദിഷ്ടമായ രുചികരമായ ചായ. ഇജാസ് ബായിയുടെ ചായയാണിത്. നല്ല രുചികരമായ ചായയാണ്. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. 50 രൂപയാണ് ഗ്ലാസ്സിൽ ചാർജ് ചെയ്തിരിക്കുന്നത്. ഇത് ഗാവ എന്ന് പറയും. അത്തരത്തിലുള്ള വെറൈറ്റിയുള്ള പലവിധം ചായകളുണ്ട്. അതിൽ 100 രൂപ മുതൽ 150 രൂപ വരെയാണ്. ഇവർ പറയുന്നത് ഇതിൽ സർക്കാരിന് അവർ പൈസയൊന്നും കൊടുക്കില്ല. ഇതിലുള്ള വരുമാനമൊക്കെയും അതാത് ബോട്ടുകാരുടേതാണ്. വർഷത്തിൽ 100-150 രൂപ വെച്ച് ഇതിൻ്റെ ലൈസൻസ് ഒന്ന് പുതുക്കണമെന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമുണ്ടാക്കി കൊടുക്കുകയാണ്. ആർട്ടിക്കിൾ 370 കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം ഞങ്ങൾ ഇവിടെ ആദ്യമായി എത്തുകയാണ്. എല്ലാ കുശലാന്വേഷണത്തിൻ്റെ ഇടയിലും ഈ 370 കുറിച്ച് ഞാൻ ചോദിച്ചു. പക്ഷേ കാര്യമായി ആരും ഉത്തരം പറയുന്നില്ല. ഈ കാണുന്നത് ലോഡ്ജുകളാണ്. ലേക്കിൻ്റെ തീരത്ത് പണി കഴിപ്പിച്ച, അല്ലെങ്കിൽ പാതി ഭാഗം ലേക്കിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അല്പം വില കൂടുതലാണെങ്കിലും നമുക്ക് ലേക്കിലെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ താമസിക്കാം. എവിടെ തിരിഞ്ഞാലും ടൂറിസ്റ്റ് പ്ലേസ്, എവിടെ തിരിഞ്ഞാലും ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട തൊഴിൽ, അതിൻ്റെ വരുമാനം ഒക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ കാശ്മീർ രക്ഷപ്പെടണമെങ്കിൽ ഇവർക്ക് ടൂറിസം തന്നെയാണ് ശരണം. പിന്നെയുള്ളത് ഇവരുടെ കൃഷിയാണ്. ഇവർക്ക് വേണ്ടത് ഭൗതിക
സൗകര്യങ്ങൾ കൂടുക, റോഡ് പാലങ്ങൾ കൂടുക. ഈ കാണുന്ന വള്ളക്കാരൻ, ശിക്കാരിക്കാരൻ ഓരോ കാര്യങ്ങൾ എന്നോട് വിശദീകരിച്ചു. ഞാൻ സൂത്രത്തിൽ 370 ഒന്ന് കയറി പിടിച്ചു. പെട്ടെന്ന് അദ്ദേഹം വിഷയം മാറ്റി. എൻ്റെ തൊഴിലിനെപ്പറ്റി മാത്രം ചോദിക്കുക, വലിയ വലിയ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഭയമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അവർക്കറിയില്ല. പാവങ്ങൾ, ഇവരെ വിട്ട് പോരാൻ നമുക്ക് തോന്നുന്നില്ല. അത്രയേറെ നിഷ്കളങ്കരായ കുറേ മനുഷ്യരുടെ ഒരു ലോകം. ഈ ലോകം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഓരോ ഇന്ത്യക്കാരനും നഷ്ടം തന്നെയാണ്. അത്ര മനോഹരമാണ് കാശ്മീരിലെ ഓരോ കാഴ്ചയും. ഒരു കച്ചവടക്കാരൻ, കരകൗശല വസ്തുവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കച്ചവട വസ്തുവായി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു സഞ്ചാരി മലയാളിയാണ്. അവരുടെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. പരമ്പരാഗതമായ ഡ്രസ്സിൽ, കാശ്മീരി ഡ്രസ്സിൽ ഒരു പെൺകുട്ടി ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോക്കാണ് 250 രൂപ ചാർജ് ചെയ്യുന്നത്. ബഷീർ ഭായിയോട് ഈ ലേക്കിൻ്റെ ആഴത്തെക്കുറിച്ച് ചോദിച്ചു. ചിലയിടങ്ങളിൽ 15 മീറ്റർ, മറ്റു ചിലയിടത്ത് 20 മീറ്റർ ആഴമുണ്ടെന്നാണ് പറയുന്നത്. ഇത് ലേക്കിന് നടുവിലുള്ള ഒരു തുരുത്താണ്. ഇവിടെ നിറയെ പൂക്കളാണ്. വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. ഈ വിശ്രമ കേന്ദ്രങ്ങളൊക്കെ മരത്തടിയിലാണ് തീർത്തിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു യൂണിഫോം കളറുണ്ട്, അത് പച്ചയാണ്. എങ്ങ് തിരിഞ്ഞാലും ഹരിതഭംഗി, പൂക്കൾ, മനോഹരമായ മഞ്ഞുമലകൾ. ഇതാണ് കാശ്മീരിനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പല ഫ്ലവേഴ്സും ഉണ്ട്, വൈവിധ്യപൂർണമായ പല ഫ്ലവേഴ്സും ഈ ഗാർഡനിൽ നമുക്ക് കാണാം. मैनपुरी कितना पैसा? 30 और 40. 2 മണിക്കൂർ നീണ്ട ലേക്കിലെ യാത്രയ്ക്ക് ശേഷം യാത്രക്കാർ തിരിച്ച് കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളത് ഷിക്കാറിൻ്റെ ബോട്ടിൻ്റെ ഉടമ ബഷീർ ഭായിയാണ്. അങ്ങനെ നമ്മൾ 3 പേർ യാത്ര ചെയ്തതിന് 600 രൂപയാണ് ചാർജ്. അങ്ങനെ ആകാശ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഓക്കെ ഭായ്, पीछे वो जंगल दिखाई दे रहा है, उधर कोई लोग रहते हैं? उधर ये पहाड़ है, उसका नाम है जबरवन. वो जगह का नाम क्या है? जबरवन. ओके, वो उसका बाद पाकिस्तान होता है? नहीं नहीं, पाकिस्तान तो बहुत दूर है, तकरीबन 250-300. वो दूसरा साइड है. ओके, ये साइड में कौन सा राष्ट्र है? ये लद्दाख साइड है. लद्दाख साइड है. इस साइड में क्या है, सोनमर्ग भी है, इस साइड गुलमर्ग भी है. हाँ. वो देखो पहाड़ के ऊपर गुलमर्ग की बर्फ. हाँ कल गए ना पहलगाम था. इसका अंदर रोड है? ऊपर नहीं, ऊपर नहीं. अच्छा, ऊपर नहीं. अगर बर्फ टाइम वो पूरा बर्फ हो जाता, सफेद हो जाता है? हाँ, वाइट एंड होता है. दिसंबर जनवरी. अच्छा. इस टाइम ആവേശകരമായ ദാൽ ലേക്കിലുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു.